മകരക്കൊയ്ത്ത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടും നെല്ലെടുത്തില്ല. തെങ്കരയിൽ കർഷകർ ദുരിതത്തിൽ. അടിയന്തരമായി നെല്ലെടുത്തില്ലെങ്കിൽ കൃഷിഭവന് മുൻപിൽ കുത്തിയിരിപ്പ് നടത്തുമെന്ന് പാടശേഖര സമിതി. കുട്ടികൾക്ക് ചോറുണ്ടാന് എന്താ ഇവിടെ ഇങ്ങനെ വാത്ത് വെച്ചിട്ട് ഈ പെരിച്ചായികളും കോഴിയും ഒക്കെ എങ്ങനെയല്ലേ. എന്നിട്ട് ഞാൻ പറയും ഇനി പെൺകുട്ടികൾക്ക് കൊടുക്കേ പറ്റുള്ളൂ, ചോറുണ്ടോട്ടെ അവര്, അല്ല എന്താ നമ്മളിത് ചെയ്യാ. അങ്ങനെയൊക്കെ കരുതി എന്താ ചെയ്യുന്നത്. തെങ്കരയിലെ കർഷകരാണ് നെല്ലെടുക്കാത്തത് കാരണം പ്രയാസം അനുഭവിക്കുന്നത്. കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതിയാണ്. 28 രൂപ 35 പൈസയ്ക്കാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. കൊയ്ത്ത് കഴിഞ്ഞുടൻ നെല്ലെടുക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ 4 മാസമായി നെല്ലെടുത്തിട്ടില്ല. നെല്ലെടുക്കാൻ ഉടൻ വാഹനമെത്തുമെന്ന പ്രതീക്ഷയിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഏറെ ദിവസം പാടത്ത് തന്നെ കൂട്ടിയിട്ടു. എന്നാൽ നെല്ലെടുക്കുന്നത് നീണ്ടതോടെ ചാക്കുകളിലാക്കി വീടുകളിലേക്ക് മാറ്റി. വീട്ടിൽ നെല്ല് സൂക്ഷിക്കാൻ ആവശ്യമായ സൗകര്യമില്ല. എലിയും കാക്കകളും നെല്ല് തിന്നുന്ന സ്ഥിതിയാണ്. മഴ നനഞ്ഞാൽ നെല്ല് മുളയ്ക്കുമെന്ന സ്ഥിതിയും ഉണ്ടാകും. തെങ്കരയിലെ മെഴുകമ്പാറയിലെ കാവുങ്ങൽ പത്മാവതി 2200 കിലോ നെല്ല് ചാക്കിൽ നിറച്ച് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസം 4 കഴിഞ്ഞു. തൊഴിലാളികളുടെ കുറവും കൃഷിച്ചെലവും കണക്കിലെടുത്ത് ഒരു വിള മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അതുതന്നെ എടുക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ കൃഷി തുടരണമോ എന്ന സംശയത്തിലാണെന്ന് പത്മാവതി പറഞ്ഞു. ഇപ്പം മിഷ്യൻ കിട്ടും കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും എത്തുന്നത്. അതിപ്പോൾ ഒരു വിളയുള്ളൂ എടുക്കുന്നത്. പിന്നെ കൃഷി വെറുതെ കിടക്കുക തന്നെ. എന്നെ ഇപ്പം ചെയ്യണ എന്താ ചെയ്യണ, കൃഷിയൊക്കെ ഉണ്ട് പറയാ, ഉപകാരമൊന്നുമില്ല. കണ്ടുവരുമോ കുട്ടികൾക്ക് ചോറുണ്ടാന് എന്താ ഇവിടെ ഇങ്ങനെ വാത്ത് വെച്ചിട്ട് ഈ പെരിച്ചായികളും കോഴിയും ഒക്കെ എങ്ങനെയല്ലേ. എന്നിട്ട് ഞാൻ പറയും ഇനി പെൺകുട്ടികൾക്ക് കൊടുക്കേ പറ്റുള്ളൂ, ചോറുണ്ടോട്ടെ അവര്, അല്ല എന്താ നമ്മളിത് ചെയ്യാ. അങ്ങനെയൊക്കെ കരുതി എന്താ ചെയ്യുന്നത്. 5 ചാക്കുണ്ട്. പിന്നെ നമ്മൾ കൊല്ലം കൊടുക്കണ തന്നെയാണ്. എന്നാൽ തന്നെ ഞങ്ങള് ഒക്കെ എടുത്തിട്ടില്ല, ചോറിനാൻ പാത്ത് വെച്ചിക്കണു പുറത്ത്. കൊയ്ത്തൊക്കെ കഴിഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞു. നെല്ല് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇല്ല, നെല്ല് കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുന്ന അറിയില്ല. വേറെ ആൾക്കാർ നെല്ലുണ്ടോ അങ്ങനെ? വേറെ കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കേട്ടു. എനിക്ക് അത്ര അറിയില്ല. അത് കർഷകർക്ക് വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ കർഷകർക്കൊന്നും ലഭിക്കുന്നില്ലെന്ന് ചെറപ്പാടം പാടശേഖര സമിതി സെക്രട്ടറി രതീഷ് ബാബു പറഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞ 4 മാസമായിട്ടും നെല്ലെടുത്തിട്ടില്ല. കർഷകർ നെല്ല് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. പഞ്ചായത്തിൽ നിന്ന് ഉഴവുകൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല. അടിയന്തരമായി നെല്ലെടുക്കണമെന്നും ഇല്ലെങ്കിൽ കൃഷിഭവന് മുമ്പിൽ കുത്തിയിരിപ്പ് നടത്തുമെന്നും രതീഷ് ബാബു പറഞ്ഞു. സർക്കാർ കർഷകർക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുക എന്നല്ലാതെ ഈ ആനുകൂല്യങ്ങൾ ഒരു ആനുകൂല്യം പോലും സർക്കാരിൽ നിന്ന് കർഷകർക്ക് കിട്ടാത്ത സാഹചര്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ സപ്ലൈകോ ഈ 28 രൂപ 35 പൈസയ്ക്കാണ് നെല്ല് സംഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. എന്നിരുന്നാലും ഈ ചെറപ്പാടം പാടശേഖര സമിതിയിലും തെങ്കര ഗ്രാമപഞ്ചായത്തിൽ 7 പാടശേഖര സമിതിയാണ് ഉള്ളത്. ഈ 7 പാടശേഖര സമിതിയിൽ നിന്നും നെല്ല് സംഭരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 4 മാസക്കാലമായി സർക്കാർ ഈ കർഷകരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ പകുതി നെല്ല് ചില പാടശേഖര സമിതികളിൽ നിന്നും എടുത്തു കഴിഞ്ഞു. കുറേ ആളുകൾ ഇന്നും ഈ നെല്ലെടുക്കാതെ വലിയൊരു ദുരിതാവസ്ഥയിൽ കഴിയുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർ കൊടുത്തു കഴിഞ്ഞാൽ അത് പൈസ കൃത്യമായി കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ തെങ്കര ഗ്രാമപഞ്ചായത്തിൽ ഉൽപാദന ബോണസ് ഉഴവുകൂലി ഇനത്തിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ കർഷകർ നടുന്ന സമയത്ത് കൊടുത്ത ഉൽപാദന ബോണസിൻ്റെ 1 രൂപ പോലും തെങ്കര ഗ്രാമപഞ്ചായത്തിന് ഈ കർഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുരവസ്ഥ. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.